നമസ്കാരം. 9 മാസം നീണ്ട ബഹിരാകാശ നിലയത്തിലെ വാസത്തിനും ദൗത്യത്തിനും ശേഷം സുനിതയും കൂട്ടരും ഭൂമിയിലേക്കുള്ള മടക്കയാത്രയിലാണ്. അനിശ്ചിതത്വങ്ങൾ അവസാനിപ്പിച്ചുള്ള ആ വരവിൽ അവരെ ഗുരുത്വാകർഷണത്തിന്റെ ആലിംഗന വലയത്തിൽ ഒതുക്കാൻ ഒരു കൊച്ചു ഗ്രഹവും അതിലെ കോടാനുകോടി ജനങ്ങളും കാത്തിരിക്കുന്നു. അത്ഭുതത്തിന് പുറമെ അപകടം നിറഞ്ഞതാണെങ്കിൽ പോലും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലെ ഗോളാന്തര യാത്ര ശുഭസമാപ്തിയിലെത്തും എന്നതിൽ ആശങ്ക വേണ്ട. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച നാളുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് പട്ടികയിൽ സുനിത 3-ാം സ്ഥാനക്കാരിയാണെങ്കിലും ആദ്യ ദൗത്യം എന്നതുപോലെ ആകാംക്ഷയും ഉദ്വേഗവും നിറഞ്ഞതാണ് ഈ മടക്കം. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 മെക്സിക്കൻ ഉൾക്കടലിൽ പതിക്കുന്ന പേടകത്തിൽ നിന്ന് സ്പേസ് എക്സിന്റെ കപ്പൽ 4 പേരെയും കരയ്ക്കെത്തിക്കും. ഈ ഭൂഗോളത്തെ അടുത്തും അകലത്തും നിന്ന് കണ്ടുപഠിച്ച ആ നാൾവർ സംഘത്തിന്റെ സുരക്ഷിത മടക്കത്തിനായി നമുക്ക് കാത്തിരിക്കാം. നാളുകളായുള്ള ഭൂലോക കാത്തിരിപ്പ്. എൻകൗണ്ടർ പ്രൈമിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ബഹിരാകാശ ശാസ്ത്ര ഗവേഷകൻ ശ്രീ നമ്പി നാരായണൻ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ പ്രത്യേക അതിഥിയായി ചേരുന്നുണ്ട്. അദ്ദേഹം റിട്ടയർഡ് പ്രൊഫസർ ശ്രീ എൻ ഷാജി, ശാസ്ത്ര എഴുത്തുകാരി ഡോക്ടർ സംഗീത ചേനംപുല്ലി എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ഡോക്ടർ സംഗീത, ഇതിനു മുൻപും ബഹിരാകാശ നിലയത്തിൽ ദിവസങ്ങളോളം തങ്ങിയിട്ടുള്ള ധാരാളം ആസ്ട്രോനോട്ട്സ് ഉണ്ട്, ധാരാളം ബഹിരാകാശ ഗവേഷകരുണ്ട്. സുനിതയും കൂട്ടരും വളരെ പെട്ടെന്ന് തന്നെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങേണ്ടവരായിരുന്നു. കാരണം 8 ദിവസത്തെ ദൗത്യത്തിന് വേണ്ടിയാണ് അവർ പോയത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാലാണ് അവരുടെ ദൗത്യം വൈകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ നാസ പറയുന്നത് അവിടെ അവർക്ക് ചെയ്ത് തീർക്കാൻ ഗവേഷണ സ്വഭാവമുള്ള ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂസിൻ്റെ പേരിൽ, ഗ്ലിച്ചസിൻ്റെ പേരിൽ വൈകിപ്പോയതല്ല ഈ ദൗത്യം, മറിച്ച് അത് ആവശ്യത്തിൻ്റെ പേരിൽ അവിടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഡിലേ ആണ് എന്നാണ്. ഈ മടങ്ങി വരവിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഇത് വലിയ തലക്കെട്ടുകൾ തീർക്കുന്ന ഒരു വാർത്തയായി നമ്മുടെ ഈ ലോകത്ത് മാറുന്നത്? കുറച്ച് വലിയ ചർച്ച ഇതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട്. വാസ്തവത്തിൽ അത്ര അപകടകരമായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം മിക്കവാറും ദൗത്യങ്ങളിലൊക്കെ തന്നെ 6 മാസത്തിൽ കൂടുതൽ നീളുന്ന ദൗത്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സുനിത വില്യംസ് തന്നെ നേരത്തെ തന്നെ പരിചയമുള്ള, മുൻപും 2 തവണ യാത്ര നടത്തിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയിട്ടുള്ള വനിത കൂടിയാണല്ലോ. അപ്പോൾ പക്ഷേ വാസ്തവത്തിൽ അവിടെ കുടുങ്ങിപ്പോയി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം ഈ അവർ പോയ പേടകം, ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ എന്ന് പറയുന്ന പേടകം, അതിനു മുമ്പത്തെ 2 ആളില്ലാ പരീക്ഷണങ്ങളിലും പരാജയപ്പെട്ട പേടകമായിരുന്നു. അപ്പോൾ ഈ 2 പരീക്ഷണം പരാജയപ്പെട്ടിട്ട് 3-ാമത്തെ പരീക്ഷണത്തിൽ ക്രൂവിനെ കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് യാത്രക്കിടെ തന്നെ ത്രസ്റ്ററുകളിൽ പ്രശ്നം തിരിച്ചറിയുകയും ഹീലിയം ലീക്കേജ് തിരിച്ചറിയുകയൊക്കെ ചെയ്തിരുന്നു. അത്തരം ഒരു അവസ്ഥയിൽ തിരിച്ചുവരവ് അസാധ്യമായതുകൊണ്ടാണ് 9 ദിവസം എന്ന് പറഞ്ഞ് എത്തിയത്, പിന്നെ 9 മാസം വരെ നീളേണ്ടി വന്നത്. അപ്പോൾ പിന്നീട് വരുന്ന പേടകത്തിൽ സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതായിരുന്നു ചെയ്യാൻ പറ്റുന്ന കാര്യം. അതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളതും. 9-ാമത്തെ ക്രൂ 9 എന്ന് പറയുന്ന ദൗത്യത്തിൽ 2 സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ട് പുതിയതായിട്ട് വരുന്ന 4 പേരുള്ള ക്രൂ 10 ദൗത്യം എത്തുന്ന സമയത്ത് ക്രൂ 9 ദൗത്യം തിരിച്ചു വരികയും അതിലൊഴിച്ചിട്ട 2 സീറ്റിൽ ഇവർ 2 പേരും തിരിച്ചു പോരുകയും ഈ ക്രൂ 10 ദൗത്യത്തിൽ നിന്ന് ഇവർക്കുള്ള റീപ്ലേസ്മെൻറ്റ് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അവിടെ ചെയ്യാൻ ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പലതരം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ആസ്ട്രോണമി സംബന്ധമായ, ആസ്ട്രോബയോളജി സംബന്ധമായ പരീക്ഷണങ്ങൾ, പലതരത്തിലുള്ള ജീവികളെ ഉപയോഗിച്ചുകൊണ്ട് മൈക്രോഗ്രാവിറ്റിയിൽ അവ എങ്ങനെയാണ് പെരുമാറുന്നത്, അവയുടെ ജീവൽ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ള പരീക്ഷണങ്ങൾ, മെറ്റീരിയൽ സയൻസിലെ പരീക്ഷണങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന സഞ്ചാരികൾക്കെല്ലാം തന്നെ കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ജോലികളുമുണ്ട്. പക്ഷേ ഇവർ കുറച്ച് നേരത്തെ എത്തേണ്ടിയിരുന്ന, ഈ ക്രൂ 9 വരേണ്ടിയിരുന്ന 2 പേരുടെ കൂടി ചുമതലകൾ നിർവഹിച്ച ശേഷം ചുമതല പുതുതായി എത്തുന്നവർക്ക് കൈമാറിയ ശേഷമാണ് തിരിച്ചു വരുന്നത്. അപകടകരമായ സാഹചര്യം കാര്യമായിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ 6 പേർക്കാണ് താമസ സൗകര്യം ഉള്ളതെങ്കിലും 7 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. മാത്രമല്ല ഭക്ഷണവും മറ്റു വസ്തുക്കളും ഒക്കെ, ഓക്സിജൻ, വെള്ളം ഒക്കെ തന്നെ ഭൂമിയിൽ നിന്ന് കാർഗോ പേടകങ്ങളിൽ അങ്ങോട്ട് എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു.
പിന്നെ സ്പേസിൽ സ്വാഭാവികമായിട്ടും കഴിയുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അത് പേശികളുടെ ബലക്ഷയം, അതേപോലെ തന്നെ അസ്ഥികളുടെ ബലക്ഷയം തുടങ്ങിയ കാര്യങ്ങൾ, റേഡിയേഷൻ ഹസാർഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അല്ലാതെ ഇവിടെ ഒരു പ്രത്യേക അപകടകരമായ സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏതായാലും ആ ഒരു പ്രതിസന്ധി അവസാനിക്കുകയും അവർ തിരിച്ച് ഭൂമിയിലേക്ക് എത്തുകയുമാണ്. ഇന്ത്യയിൽ ഇത് കൂടുതൽ ചർച്ചയാവാനുള്ള ഒരു കാരണം സുനിത വില്യംസ് ഇന്ത്യൻ വംശജ ആയതുകൊണ്ട് കൂടിയാണ്. പക്ഷേ അതേസമയം തന്നെ പൊതുവെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ സ്പേസിലുള്ള പോകുന്ന ആളുകളുടെ ആരോഗ്യം സംബന്ധിച്ചൊക്കെ സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ബുക്കർ കിട്ടിയ ഇപ്പം കഴിഞ്ഞ വർഷത്തെ ബുക്കർ കിട്ടിയ സാമന്ത ഹാർവിയുടെ നോവലിലും ഈ ഒരു തീം വരുന്നത് കൊണ്ടുകൂടി ആ ചർച്ചകൾ കൂടുതൽ സജീവവുമാണ്. ശരി ഡോക്ടർ സംഗീത, നമുക്ക് ഇതിൻ്റെ സങ്കീർണമായ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇതിൽ ഇനി എന്തെല്ലാം സാധ്യതകളാണുള്ളത്, ആശങ്കയുടെ ഘട്ടങ്ങളുണ്ടോ എന്നൊക്കെയാണ് നമുക്ക് ഇനി കൂടുതലായിട്ട് പരിശോധിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ശാസ്ത്ര കുതുകികളായിട്ടുള്ള വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ ഈ ചർച്ച കാണുമ്പോൾ അവർക്ക് ഇതിൻ്റെ ശാസ്ത്രീയമായ ഘട്ടങ്ങൾ കൂടി മനസ്സിലാകണം. അതോടൊപ്പം സാധാരണക്കാരായ ആളുകൾക്ക് ഈ ദൗത്യത്തിൻ്റെ സവിശേഷത, മടങ്ങിവരവിലെ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്ന ഒരു 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 എഡ്യൂക്കേഷൻ സ്വഭാവമുള്ള, അവരെ കൂടുതൽ അവർക്ക് അറിവ് നൽകുന്ന തരത്തിലേക്ക് ഈ ചർച്ച മാറണം എന്നൊരാഗ്രഹം കൂടി ഇത് നടത്തുമ്പോൾ എനിക്കുണ്ട്. നമ്പിനാരായണൻ സാർ അതിലേക്ക് വെളിച്ചം വീശുമെന്ന് ഞാൻ കരുതുന്നു. നമ്പിനാരായണൻ സാർ, സ്വാഗതം താങ്കൾക്ക് ഈ ചർച്ചയിലേക്ക്. വളരെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ചർച്ച എന്ന അർത്ഥത്തിൽ എനിക്ക് സ്വയം ഇതിനകത്ത് ഈ ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പരിമിതികൾ എനിക്ക് സ്വയം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് താങ്കളെപ്പോലെയുള്ള ആളുകൾ ഞങ്ങൾക്ക് കൂടുതൽ അറിവ് പകരുന്ന തരത്തിൽ ഈ കാര്യങ്ങളിൽ ലളിതമായ ഭാഷയിൽ ചില വിവരണങ്ങളും വിശദീകരണങ്ങളും ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്പിനാരായണൻ സാർ, ഇതിപ്പോൾ ഈ തിരിച്ചുള്ള മടങ്ങിവരവ്, അതിന് പൊതുവിൽ പറയുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആശങ്കയുടെ ആവശ്യമില്ല എന്നതാണ്. സുനിത വില്യംസിനെ പോലൊരാൾ ഇതിനു മുൻപ് ധാരാളം ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള ആളാണ്. ഇതാദ്യമായിട്ടാണ് ഒരു സ്പേസ് എക്സിൻ്റെ ഒരു സ്പേസ് വെഹിക്കിളിൽ അവർ യാത്ര ചെയ്യുന്നത് എന്നത് മാത്രമാണ്. സ്പേസ് എക്സ് ഡ്രാഗൺ ഫ്രീഡം എന്ന വെഹിക്കിളാകട്ടെ ഇതിനു മുൻപ് ബഹിരാകാശ ദൗത്യം പിഴവില്ലാതെ നടത്തിയിട്ടുള്ളതുമാണ്. ഇതിൻ്റെ മടങ്ങിവരവിൽ നമ്പിനാരായണൻ സാർ, എന്തൊക്കെ നിർണായക ഘട്ടങ്ങളാണുള്ളത്? വെല്ലുവിളികൾ നിറഞ്ഞ ഘട്ടം മറികടന്നു കഴിഞ്ഞിട്ടുണ്ടോ? ആശങ്കയുടെ ഘട്ടം മറികടന്നു? അല്ല, ഇത് ഒരു സത്യം പറഞ്ഞിട്ട് എനിക്ക് ആശങ്കകളൊന്നുമില്ല. കാരണം പറഞ്ഞു വരുന്നത് പോലെ ഇത് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ അല്ല. ദിസ് ഈസ് ഓൺലി എ റിട്ടേൺ ഓപ്പറേഷൻ. ആൻഡ് ആസ് യു സെഡ്, മറ്റേ സുനിത വില്യംസിന് ഇതിന് മുമ്പേ ഇതുപോലത്തെ ഒരു ഇതുപോലത്തെ ഇത്രയും ലെങ്തി പീരീഡിലേക്ക് ഐ തിങ്ക് അവർ 180 190 ദിവസം ഇതിന് മുമ്പ് ഫസ്റ്റ് ട്രിപ്പ് ഇതിനെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്കുള്ള ടെൻഷൻ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, നമ്പർ 1, ഷീ ബിലോങ്സ് ടു അവർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. Second is, she is a lady. Then third is, expected time was only 8 weeks, 8 days, and then the real time was 8 months or 9 months. പിന്നെ അതിനിടയ്ക്ക് ഒരു ഹീലിയം ലീക്കും, പിന്നെ ഒരു അവസാനം ഒരു ആം വാസ് റിഫ്യൂസിങ് ടു ഓപ്പൺ അപ്പ്, അതുകൊണ്ട് ഒരു ഡിലേ ആയി. പക്ഷെ ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, ടെക്നിക്കലി ഡിസ്പാഷനായിട്ടായിട്ട് ഇത് ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ഒരു ടെൻഷൻ്റെയും കാര്യമില്ല. കാരണം നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ളതാണ്. ഓൺലി തിങ് ഈസ്, റാക്കറ്റ്രിയിൽ ഒരു ഇതുണ്ട്, അതായത് ലാസ്റ്റ് ഓപ്പറേഷൻ ഓഫ് എനി മിഷൻ. ഫോർ എക്സാമ്പിൾ, ടേക്ക് ദി എൻറ്റയർ PSLV or GSLV. ദ ലാസ്റ്റ് ഓപ്പറേഷൻ ഈസ് ദി എൻറ്റയർ സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ വരുമ്പോൾ, ആസ് യു ഗോ അപ്പ് ഇൻ ദ ലാഡർ, നമ്മൾ വി കീപ് ദ റിലയബിലിറ്റി ഹൈ. Meaning that under no circumstances it should fail. അതുപോലത്തെ ഒരു പ്രിൻസിപ്പിൾ ഇവിടെയുണ്ട്. ഇവിടെ ഇത് ലാസ്റ്റ് ലെഗിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. തിരിച്ചു വരവ്, അതിനകത്ത് ഒരു മിസ്റ്റേക്കും ഒരു എററും ഒന്നും സംഭവിക്കാൻ പാടില്ല, ഒരിക്കലും ഫെയിലാകാൻ പാടില്ല. അതുകൊണ്ടാണ് എക്സ്ട്രാ കാഷനും എക്സ്ട്രാ പ്രിക്കോഷനും ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നത്. സോ ഇതെല്ലാം കൂട്ടിക്കഴിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി വരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കാണും. ഈ ആങ്സൈറ്റിയുടെ കാര്യം നാച്ചുറലാണ്. ഒറിജിനലി ലോങ് ബാക്ക് വെൻ വി were traveling by aircraft, people used to become anxious
ഇപ്പോൾ ചേർന്ന ഉടൻ തന്നെ എനിക്ക് ഒരു മെസ്സേജ് അയച്ചേക്കെന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. അതുപോലെ ഐ ഫീൽ ദർ ഇസ് നത്തിങ് ടു വറി അബൌട്ട്, നത്തിങ് ടു, ഡസൻറ്റ് മീൻ ദാറ്റ് ദർ ഇസ് നോ റിസ്ക്. അങ്ങനെയല്ല, റിസ്ക് ഈസ് ദെയർ. എനി അതർ ട്രാവൽ, എനി അതർ പ്ലേസ്, ആസ് യു ഹാവ് റിസ്ക് ഈസ് ദെയർ. ബട്ട് ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്പിനാരായൺ സാർ, ഇപ്പോൾ നമ്മൾ അറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഘട്ടത്തിൽ വളരെ പെട്ടെന്ന്, ഇനി കാലതാമസം ഉണ്ടായിക്കൂടാ, പെട്ടെന്ന് തന്നെ ഈ ബഹിരാകാശ യാത്രികരെ, സുനിത അടക്കമുള്ള 4 പേരെ തിരികെ എത്തിക്കണമെന്ന് ഒരു ഇടപെടൽ നടത്തിയതിനെ തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടായത് എന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. ഇപ്പോൾ ഈ ക്രൂ 10 സഞ്ചരിക്കാൻ വേണ്ടി നാസയും സ്പേസ് എക്സും ഒരു പുതിയ ക്രൂ ഡ്രാഗൺ വിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആദ്യം ഇട്ടിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായത് അതിൻ്റെ ഗവേഷണ ഘട്ടത്തിൽ ബാറ്ററിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ തകരാറ് മൂലം ആ പദ്ധതി ഉപേക്ഷിക്കുകയും ഇതിനു മുമ്പ് വിക്ഷേപിച്ച ഒരു പേടകം ക്രൂ 9 ഡ്രാഗൺ ഉപയോഗിക്കാൻ തീരുമാനിച്ചു എന്നതുമാണ്. ഈ കാര്യത്തിൽ താങ്കൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം നമ്പിനാരായൺ സാർ? ഉപേക്ഷൻ അറിയുന്ന എല്ലാ കാര്യവും പുറത്ത് പറയാൻ പറ്റത്തില്ല. ശരിയാണ്. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, ഡിസ്പാഷനസ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഐ എം നോബഡി ടു ക്രിട്ടിസൈസ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഹാസ് ഗിവൻ എൻ ഇംപ്രഷൻ ഇറ്റ് ഈസ് എ റെസ്ക്യൂ ഓപ്പറേഷൻ ആൻഡ് സുനിത വില്യംസ് ഈസ് ഇൻ ഡേഞ്ചർ ആൻഡ് ഇവരൊക്കെ പുള്ളിയുടെ ഓർഡർ അനുസരിച്ചിട്ട് പോയിട്ട് പെട്ടെന്ന് കൊണ്ടുവരും. ഇതൊക്കെ എല്ലാം വിശ്വസിക്കുന്നവർ വിശ്വസിച്ചുകൊണ്ട് പോട്ടെ, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ച് അത് ഹൈപ്പ് കുറച്ച് കൂടിപ്പോയോ എന്ന് ഒരു സംശയമല്ല, സത്യമാണ്. ഇപ്പോൾ ക്രൂ 9 ആസ് വെൽ എസ് മറ്റേ റഷ്യൻ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് മറന്നുപോയി, അത് ആ രണ്ടും അവിടെ ആൾറെഡി ഉണ്ട്. സപ്പോസിങ് ഈ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ ആയിരുന്നാൽ അവർക്ക് അതിനകത്ത് ഇങ്ങോട്ട് വരാമായിരുന്നു. അത് ദ പ്രോബ്ലം ഈസ് ദർ ഈസ് എ ഡെഫിനിഷൻ ഓഫ് എവറി ജോബ്. ഓരോരോ മിഷനിലും ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇവിടെ ഒരു മിഷൻ ഉണ്ട്, ആ മിഷൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. സപ്പോസിങ് ഈ 9 മാസം കഴിഞ്ഞിട്ടും വരാനുള്ള സിറ്റുവേഷനിലേക്ക് പ്രശ്നമാണെങ്കിൽ ഈ ക്രൂ 10 വേണ്ടി ആരും വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഷുവറായിട്ട് ക്രൂ 9 തിരിച്ചു വരും. ഇപ്പോഴും ക്രൂ 9 തിരിച്ചു വരുന്നത്. ക്രൂ 9 തിരിച്ചു വരാനുള്ള ഒരു ഒറ്റ കാരണം, ആൾറെഡി ഇറ്റ് ഈസ് ദെയർ. നൗ ദാറ്റ് ഹാസ് ടു ബി അറ്റൻഡഡ് ടു. ഒരു സൈക്കിൾ 5, 7, 9 പേരോ ആയിക്കോട്ടെ, അവർ ഒരു ഡെഫിനിഷൻ ഓഫ് ജോബ് ഈസ് ദെയർ. അവർക്ക് ആ ജോബ് ചെയ്യണം, ആ ജോബ് ചെയ്തിരിക്കണം. അതിനുവേണ്ടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 24 hours ദേ വിൽ ബി ഇൻ ദി സ്ലീപ്പിംഗ് മോഡ് ഫോർ സം ടൈം. നൗ ഹൗ ഡു ദേ സ്ലീപ്പ്? ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പല രീതിയിലും പഠിച്ചതാണ്. സ്ലീപ്പ് എങ്ങനെ ഉണ്ടാകും, ആഹാരം എങ്ങനെ കഴിക്കും, എന്താഹാരം കഴിക്കും, എപ്പോഴും കഴിക്കും, എങ്ങനെ, ഇതൊക്കെ മനസ്സിൽ വരുന്ന സംശയങ്ങളാണ്. ഇതൊക്കെ നമ്മൾ വി ആർ യൂസ്ഡ് ടു സർട്ടൻ സിസ്റ്റം, വി ആർ യൂസ്ഡ് ടു സർട്ടൻ സ്റ്റൈൽ, വി കാൾ ഇറ്റ് എസ് ലൈഫ് സ്റ്റൈൽ. അതിലിരുന്ന് മാറി നിൽക്കുമ്പോൾ അത് കുറച്ച് പഠിക്കാനുണ്ട്, കുറച്ച് പരിചയപ്പെടാനുണ്ട്. ആ പരിചയപ്പെടൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ അവർ ക്രൂ 10 പോയിട്ട് ക്രൂ 9 തിരിച്ച് വരുന്നതെങ്കിൽ ഇത് ബേസിക് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഇഫ് ദർ ഈസ് എ പ്രോബ്ലം വിത്ത് ക്രൂ 9, ഇഫ് ദർ വാസ് എ പ്രോബ്ലം വിത്ത് ക്രൂ 9, അവർ ക്രൂ 9 തിരിച്ച് വരുമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? Absolutely not. You see, the point is, I am only trying to make a point in a mildest manner that everything is going as per schedule and everything is going as per planning. See, പ്ലാനിൽ ഇല്ലാത്ത ഒരു കാര്യങ്ങൾ ഇവർ ചെയ്യത്തില്ല, ആ ചാൻസ് എടുക്കത്തില്ല. ബിക്കോസ് ദേ ആർ പ്ലേയിങ് വിത്ത് ഹ്യൂമൻ ലൈഫ് ആൻഡ് ദർ ഇസ് എ മാസ് ഒപ്പീനിയൻ. അത് കണ്ടമാനം അതിനകത്ത് ബാധിക്കും അവരെ. അതുകൊണ്ട് അങ്ങനെയുള്ള ചാൻസ് ഒന്നും അവർ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ദിസ് ഈസ് സോയൂസ്. സി ഫോർ എക്സാമ്പിൾ, ഇത് മാത്രമല്ല, ഡ്രാഗൺ മാത്രമല്ല, സോയൂസ് ഇപ്പോൾ ഇവരുടെ ഷട്ടിലിൻ്റെ പ്രോബ്ലം വന്നപ്പോൾ ഷട്ടിൽ മാറ്റി നിർത്തി വെച്ചുകൊണ്ട് സോയൂസ് വഴിക്കില്ലേ പോയിക്കൊണ്ടിരുന്നത്. സോ മൈ പോയിന്റ് ഈസ് ദാറ്റ് ദിസ് ഈസ് എ മിഷൻ വെൽ ഡിഫൈൻഡ് ആൻഡ് ദർ ഇസ് എ ടാസ്ക് വെൽ ഡിഫൈൻഡ് ആൻഡ് ദർ ഇസ് എ റിട്ടേൺ ജേർണി വെൽ ഡിഫൈൻഡ്. അതിനകത്ത് വരുന്ന ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് മറ്റേ ഹീലിയം ലീക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അൺആൻറ്റിസിപ്പേറ്റഡ് ആണ്, അത് വേറെ കാര്യം. Otherwise, I think they are doing a good job. I am happy about it. I am also having tension like anybody else because after all, ഒരു journey, it's a long journey. ആ ജേണിയിൽ അവർ ഒരു പ്രശ്നമില്ലാതെ ഭഗവാനെ ഇങ്ങോട്ട് തിരിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ എല്ലാവരുടെ കൂടെ ഞാനും പ്രേയറിൽ ഉണ്ട്, അത് വേറെ കാര്യം. യെസ് ഗോപികൃഷ്ണൻ. നമ്പി സാർ, ഈ അറിയുന്ന മുഴുവൻ കാര്യങ്ങളും പറയാൻ പറ്റില്ലല്ലോ
എന്ന് താങ്കൾ പറഞ്ഞത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അപ്പോഴും അറിയാനുള്ള നമ്മുടെ ആഗ്രഹം ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. അതിൻ്റെ ഭാഗമാണല്ലോ നമ്മുടെ ഓരോ ബഹിരാകാശ ഗവേഷണവും. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് നമ്പി സാർ, ഇപ്പോൾ ഈ വരവ് ഇപ്പോൾ നാസ പറയുന്നത് അത് വൈകിപ്പിക്കലുമല്ല, മറിച്ച് അവിടെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന വിശദീകരണമാണ് ഔദ്യോഗികമായി നാസ നൽകുന്നത്. യഥാർത്ഥത്തിൽ സുനിത വില്യംസിനും അതോടൊപ്പമുള്ള മറ്റു 3 പേരുടെയും മടക്കത്തിൽ ഒരു അനിശ്ചിതത്വം സംഭവിച്ചു. അതിൽ ഒരു ആശങ്കയുടെ ഒരു എലമെന്റ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ എവറിത്തിങ് ഹാപ്പൻഡ് ആസ് പെർ ദ ഷെഡ്യൂൾ എന്ന് പറയുമ്പോഴും അതിനകത്തൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു എന്നത് ഒരു വാസ്തവമല്ലേ നമ്പി സാർ? അത് നാസ എന്തൊക്കെ വിശദീകരണങ്ങൾ നൽകിയാലും. You are right. In any project, there could be unexpected things may happen. But you are also should understand, when certain things are decided as a matter of policy, then it will go only by the policy matters. So if policyയും യഥാർത്ഥവും പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അത് പൊരുത്തപ്പെടുത്തും, അത് എന്തെങ്കിലും രീതിയിൽ. അത്രയും എനിക്ക് പറയാനുള്ളൂ അതിനകത്ത്. As far as I am concerned, let us not worry about it. Let it be a അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വന്നുകൊണ്ട് തന്നെ ഇരിക്കട്ടെ. വെതർ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാര്യമല്ലല്ലോ. ഞങ്ങളൊക്കെ കുറച്ച് വർഷങ്ങളായിപ്പോയി ഇതിനകത്ത്. എന്ത് പറയാനാ, we were wet in this for quite some time, approximately 50 years. അപ്പോൾ ഈ 50 yearsനകത്ത് നമ്മൾ പറഞ്ഞതും പറയാത്തതും എഴുതിയതും എഴുതാത്തതും അനൗൺസ്മെൻറ്റും ഇതെല്ലാം നമ്മൾ ഒരുമാതിരിയൊക്കെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കില്ലേ. പക്ഷെ ഇവർ കാണിക്കുന്ന ഇത് എനിക്ക് കണ്ടിട്ട് ഇങ്ങനെയാണ് തോന്നുന്നത്. ആൻഡ് when I said that I don't anticipate any problem, ഇത് ഇന്നല്ല ഞാൻ പറയുന്നത്, അന്നേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യവും. So there is no problem in that sense. So what is most important here is the only criticality is now on the re-entry time. When the re-entry is taking place, there could be enormous temperature highs. അതൊക്കെ സംഭവിക്കുന്നത് മാത്രം നമുക്ക് നോക്കണം, അല്ലാതെ വേറെ ഒന്നും എനിക്ക് നോക്കാനില്ല. നാളെ രാവിലെ 2:47 ആണോ ടൈം? Now I remember the idiom, a little knowledge is a dangerous thing. അതുകൊണ്ട് I am quite sure that I am having a very little knowledge about it. കാരണം അതുകൊണ്ടാണ് അത് അപകടമില്ലാത്ത രീതിയിൽ എൻ്റെ അറിവ് ഞാൻ താങ്കളിൽ നിന്ന് കൂടുതൽ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്പി സാർ. ഇപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിലും അല്ലാതെയും ചില ഗവേഷണം പോലെ നടത്തിയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഏതാണ്ട് 1 വർഷത്തെ തയ്യാറെടുപ്പുണ്ട്. മാനസികമായും ശാരീരികമായും ഒക്കെ അവരെ തയ്യാറെടുത്ത ശേഷമാണ് അവർ യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. സ്വാഭാവികമായും സുനിത വില്യംസും കൂട്ടരും 8 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് 9 മാസമായി നീണ്ടുപോകുമ്പോൾ, അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവരുടെ ശാരീരിക മാനസിക ഘടനയെ എങ്ങനെയാണ് ബാധിക്കാൻ സാധ്യതയുള്ളത്, എങ്ങനെയാണ് അതിനെ മറികടക്കാൻ അവർക്ക് കഴിയുക, അവിടെ നിന്നുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരിശീലനം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകുമോ, മാനസിക ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ടിപ്സ് അവർക്ക് ഭൂമിയിൽ നിന്ന് നൽകിയിട്ടുണ്ടാകും. ഇപ്പോൾ സുനിത വില്യംസ് തന്നെ പറഞ്ഞത് അവരാകെ ആശങ്കപ്പെടുത്തിയ ഒരൊറ്റ കാര്യം കുടുംബത്തെ കാണാനുള്ള സമയത്തിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നു എന്നത് മാത്രമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെയാണ് ഈ ദുർഘട ദിവസങ്ങളെ പിന്നിട്ടുണ്ടാവുക? അല്ല ഗോപി, you yourself have answered almost all the questions. നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ തന്നെ ആൻസർ തന്നു കഴിഞ്ഞു. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ 1 ആഴ്ചയ്ക്ക് അവരെ പോയി, നമുക്ക് അവിടെ താമസിക്കേണ്ടി വന്നു. I will ask you a counter question. You are going to Madras with the intention of staying for 1 week and then or 1 day, അതിൻ്റെ ആവശ്യത്തിന് കൂടുതൽ ചിലപ്പോൾ അത് 5-10 ദിവസം ആയിപ്പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉടനെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കളഞ്ഞിട്ട്? whatever you will do is adjusting the situation. You will adjust the situation. So you have to stay there for അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നോക്കിയാൽ മതി. See, for example, when I should not refer this matter, but ഞാൻ എന്തായാലും പറയാം. ഞാൻ ജയിലിൽ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ it was very difficult because I am not used to that situation. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ജയിലൊക്കെ മുറിച്ച് കിടന്നിട്ട് അവിടെ ഓട്ടം ഓടി വന്നോ? I told to myself that this is something which you have to put up with. ഇത് നിങ്ങൾ സഹിക്കണം, സഹിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവർ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിന് സ്പെസിഫിക് ആയിട്ട് ആൻസർ പറയാം. ഈ ഒരാഴ്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരാഴ്ചയ്ക്കായിട്ട് മാത്രമല്ല അവരുടെ ആഹാരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും കൊടുത്തയക്കുന്നത്. ഇറ്റ് വിൽ ബി ഫോർ മച്ച് മോർ ദെൻ ദ ടൈം വിച്ച് യു ആർ ടോക്കിംഗ് അബൌട്ട്. ബട്ട് അതിനകത്ത് വേറെയും ചില കാര്യങ്ങളുണ്ട്. സപ്പോസിങ് ദിസ് ഈസ് നോട്ട് എ ഫുൾ ബ്ലഡഡ് ബിരിയാണി ആൻഡ്
that kind of a chicken fry and all. They are all mostly tablets. These tablets are meant to give you the necessary calories which are required for your body. അതിന് മാത്രമുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഇൻഫാക്ട് നമ്മുടെ കയ്യിൽ ആ സാധനങ്ങൾ തന്നാൽ നമ്മൾ ഒരു ദിവസം പോലും കഴിക്കാൻ ഒക്കത്തില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ടേസ്റ്റും കാണത്തില്ല. നമ്മൾ വിശക്കുന്നുണ്ട്, ആഹാരം കഴിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അതുപോലത്തെ ആഹാരങ്ങൾ കൂടുതൽ സമയം കരുതി കാണും. അത് ഒന്ന്. സെക്കൻഡറി, ഒരു റോക്കറ്റിയുടെ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്ത പലർക്കും ഇത് മനസ്സിലാവും. എവിടെയെങ്കിലും ഒരു സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ടേക്ക് ദിസ് സിസ്റ്റം, ഇവർ ബ്രീത് ചെയ്യുന്നു, അവർ ദേ ടേക്ക് ഓക്സിജൻ ആൻഡ് ദേ ലീവ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ദാറ്റ് ഈസ് ഓൾ ഗോയിങ് ടു ഫിൽ അപ്പ് ഇൻ ദാറ്റ് ചേംബർ. ആഫ്റ്റർ സം ടൈം ദേ കാൺട്ട് കീപ്പ് ഓൺ, ശ്വാസിക്കാൻ പറ്റത്തില്ല ഏത് മറ്റേ കാർബൺ ഡൈ ഓക്സൈഡ്. സോ ദേ ഹാവ് ടു ഡ്രൈവ് ഔട്ട് ദിസ് ഗ്യാസ് ആൻഡ് ദെൻ റീഫിൽ ഇറ്റ് വിത്ത് എ മിക്സ്ചർ ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. നമ്മുടെ എയറിലിരിക്കുന്ന അതേ കോമ്പോസിഷൻ അതേ ലെവലിലേക്ക് കയറ്റണം. ദിസ് എൻറ്റയർ തിങ് അത് എങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഒരു there are valves, hydraulic systems and there are fluid dynamics എല്ലാം ഉണ്ടാകും. അതിനകത്ത് ഏതെങ്കിലും ഒരു വാൽവ് മിസ്ബിഹേവ് ചെയ്തെന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരെണ്ണം തുറക്കേണ്ടത് തുറന്നില്ല, അടയ്ക്കേണ്ടത് അടച്ചില്ല, കുഴപ്പമില്ലേ? അതൊന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? അത്രയും റിലയബിൾ ആയിട്ടുള്ള സിസ്റ്റങ്ങളാണ് അവിടെ ഉള്ളത്. അത്രയും റിലയബിൾ, റിപ്പീറ്റബിൾ, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സിസ്റ്റങ്ങളാണ്. ഇപ്പം നമ്മളിപ്പോൾ സുനിത വില്യംസിനെ കുറിച്ച് ഇത്രയും നമ്മൾ സംസാരിക്കുന്ന നമ്മൾ ഇതെല്ലാം ഒരു വിധത്തിലും മോശം വരാതെ വിധത്തിൽ പെർഫെക്റ്റ് ഫങ്ഷനിങ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഒരു മിനിറ്റെങ്കിലും തിങ്ക് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. The real persons behind this entire show ആരാണ്? ഞങ്ങളാണ്. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം നമുക്ക് കണ്ണിന് മുമ്പ് കാണുന്ന ഒരാളിനെ കുറിച്ച് നമ്മൾ ഇത്, ഐ എം നോട്ട് അണ്ടർമൈനിങ്, അവരുടെ ഇതിനെ കുറിച്ച് കുറച്ച് പറയുന്നില്ല. സോ ഇത് വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ഇവർ ഇത്രയും ദിവസം അവിടെ ഇരുന്നല്ലോ, 8 ദിവസം ഇരിക്കുന്നതിന് പോലെ 8 മാസം. അവർക്ക് അസുഖം എന്തെങ്കിലും ആർക്കെങ്കിലും വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? പനിയാണ്, കോൾഡാണ്, കാഫാണ്, ഫീവറാണ്, ന്യൂമോണിയ ആണ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് അവർക്കാണോ? ഇല്ല. അവരെ സെലക്ട് ചെയ്ത് അയച്ചിട്ടുള്ള ആ മെഡിക്കൽ കമ്മ്യൂണിറ്റിക്കാണ്. ആ മെഡിക്കൽ കമ്മ്യൂണിറ്റി ഹാസ് ഡ്രോൺ, അവർ ഒരു സ്റ്റാൻഡേർഡ് വരച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡിൽ വേണം ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല അതിനകത്ത്, ഒരു റെക്കമെൻഡേഷനും വർക്കൗട്ട് ചെയ്യത്തില്ല. ഇവരവിടെ പോയി കടന്നു പോയാൽ പിന്നെ ആകപ്പാടെ എല്ലാം കടന്നു കുളയും. അതിൻ്റെ ഒരു പ്രൂഫാണ് ഇന്ന് അവർക്ക് ആർക്കും ഒന്നും വരാത്തത്. എന്താ? ഒന്നും വരാൻ പാടില്ല, വരത്തില്ല. സോ ഇങ്ങനെ പല 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 കാര്യങ്ങളുണ്ട്. ഈ മിഷൻ ഒറ്റയ്ക്ക് 3 പേര് 4 പേര് 5 പേര് പോയിട്ട് വരുന്നതല്ല. ദിസ് ഈസ് ഹാവിങ് ഒരു 1000 ആളുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തവർ ചിലർ മരിച്ചു പോലും കാണും. ഈ കോൺട്രിബ്യൂട്ട് ചെയ്തത് കൊണ്ടല്ല മരിച്ചത്, അത്രയും സമയം ഉള്ള ഏജ് ഓൾഡ് ടെക്നോളജീസൊക്കെ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആശങ്ക വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒറ്റ ഒരു പോളിസി കൊണ്ടാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ലാസ്റ്റ് ലെഗ് ഓഫ് ദി എൻറ്റയർ മിഷൻ, അവസാനത്തെ കണ്ണിയാണ്. ആരെങ്കിലും അതിനകത്ത് അഫോർഡബിലിറ്റി ഉണ്ടാവുമോ ഫെയിൽ ആവാനായിട്ട്? എല്ലാ സിസ്റ്റമും അബ്സല്യൂട്ട് റിലയബിലിറ്റി ആയിരിക്കും. അതല്ലെങ്കിൽ ഇതിനകത്ത് ഡൊണാൾഡ് റീഗൻ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് what you have said so far, actually it resembles so much with the television industry, because people only recognize and realize the people on screen and nobody actually realizes who are working behind, just like you have mentioned, നബി സാർ. ഇത് തന്നെയാണ് ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത്. ആളുകൾ അവതാരകരെ മാത്രം കാണുന്നു, പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിശാലികളായ ആളുകളെ കാണാതിരിക്കുന്നു. അപ്പോൾ അത് ഞാൻ ആലോചിക്കുകയായിരുന്നു താങ്കൾ ഇത് പറഞ്ഞപ്പോൾ. നബി സാർ, ബട്ട് പ്ലീസ് എക്സ്ക്യൂസ് മീ ഫോർ റിപ്പീറ്റിംഗ് ഓൾ ദ ക്വസ്റ്റ്യൻസ്, ബിക്കോസ് യു ഷുഡ് അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് കംസ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. ഒരു പ്രോബ്ലം അല്ല, പ്ലീസ് ഗോ അഹെഡ്. ഐ ആം ഹിയർ ടു ആൻസർ എനി ഓഫ് യുവർ ക്വസ്റ്റ്യൻസ്. ഇഫ് ഐ ഡോണ്ട് നോ ദ ആൻസർ ഐ വിൽ സേ ഐ ഡോണ്ട് നോ ദ ആൻസർ. ഓക്കെ, സോ ഐ ആം ഗെറ്റിംഗ് ഇൻ ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. അതായത് സുനിത വില്യംസ് തിരികെ എത്തുമ്പോൾ, ഒരു സാധാരണ മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കേണ്ടി വരുമ്പോൾ, ഇത്രയും കാലത്തെ ദൗത്യത്തിന് ശേഷം വരുമ്പോൾ അവരുടെ മാനസിക നില, അവരുടെ ശാരീരിക പ്രശ്നങ്ങൾ, അത് ഏത് തരത്തിലുള്ളതായിരിക്കും? അവരതിനെ എങ്ങനെയാണ് അതിജീവിക്കുക? ഗോപി, ഇത് വളരെ സിമ്പിൾ, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാൻ വിചാരിക്കുന്നു.
ഒന്നാമത് സുനിത വില്യം ആൾറെഡി ഇതിന് മുമ്പേ ലോങ് ട്രിപ്സ് പോയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ആരായാലും മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇത് മാനസിക പ്രശ്നം വരുന്നത് അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ട്. സുനിത വില്യം അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം വന്നാൽ പോലും ഇൻഎക്സ്പീരിയൻസ്ഡ് അല്ല, എക്സ്പീരിയൻസ്ഡ് ആണ്. സോ അവർ, നിങ്ങൾ കണ്ടില്ലേ അവരുടെ മുഖത്തിൽ എന്തെങ്കിലും സങ്കടങ്ങൾ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയില്ല. അവരെ കണ്ടിട്ട് വളരെ സന്തോഷമായിട്ടാണ് അവർ അവിടെ നിന്ന് ജമ്പ് ചെയ്യുന്നതും കുടിക്കുന്നതും എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനി സോ അതുകൊണ്ട് പക്ഷെ വേറൊരു കാര്യം പറയാം, അവിടെ പോയിട്ടുള്ളവർക്ക് ബ്ലഡ് പ്രഷർ കൂടുകയോ കുറയുകയോ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ഇൻ സർട്ടൻ ഏരിയാസ് ഇതൊക്കെ ഉണ്ടാകാനുള്ള, ഇതൊക്കെ മെഡിക്കൽ ടീം ഹാസ് തറലി അനലൈസ് ചെയ്തിട്ട് തിരിച്ച് വന്ന ഉടൻ തന്നെ അവർ ഒരു മെഡിക്കൽ ടീമിൻ്റെ ഒബ്സർവേഷനിലേക്ക് വച്ചിരിക്കുന്നത് ഇതെല്ലാം ചെക്ക് ചെയ്യാനും എക്സാമിൻ ചെയ്യാനുമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊന്നും പ്രശ്നമായിട്ട് വരാനുള്ള യാതൊരു ചാൻസും ഇല്ല. ചാൻസ് അഥവാ ഉണ്ടായിരുന്നാൽ ഇതിന് മുമ്പേ വന്നിരിക്കണം. ഇപ്പോഴല്ല, അതിന് മുമ്പേ വന്നിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സോ അതുകൊണ്ട് മാനസികമായിട്ട് ഒന്നും പ്രശ്നം വരത്തില്ല. ഫിസിക്കലായിട്ട് മനുഷ്യനെ കൊണ്ട് വിചാരിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്ത് പോയതായിരിക്കും, അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. ബിക്കോസ് സ്റ്റിൽ വി ആർ ഇൻ ദ ലേണിംഗ് ഗ്രാഫ്. ഇപ്പോഴും ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരേ ഒരു കാര്യം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നോട്ട് ഓൺലി ദ ടെക്നിക്കൽ കോൺട്രിബ്യൂഷൻ ബട്ട് ആൾസോ ഇന്റർനാഷണൽ കോൺട്രിബ്യൂഷൻ. ഈ ഓരോരുത്തരും ഇത് ഒറ്റ ഒരു നാടിൻ്റെ സ്വത്തല്ല, ഇതിനെ കണ്ടുപിടിക്കുന്നതെല്ലാം ഫോർ മാൻകൈൻഡ് ആണ്. അത് നാളെ പലർക്കും പല രീതിയിലും അത് ഉപയോഗപ്പെടും. അപ്പോൾ ഇതിനകത്ത് ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷൻ ഒരു മസ്റ്റാണ്. ഞാൻ ചില മീറ്റിങ്ങുകളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടെയും ഒരു സന്ദർഭം കിട്ടിയത് കൊണ്ട് ഞാൻ പറയാം. നമ്മളിപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഈസ അല്ലെങ്കിൽ നാഷ ഉള്ളതുപോലെ നമുക്കൊരു ഏസ കൊണ്ട് വേണം, ഏഷ്യൻ സ്പേസ് ഏജൻസി. ഏഷ്യൻ സ്പേസ് ഏജൻസി ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു യൂണിയൻ പോലെ. അപ്പോൾ ഇതിനകത്ത് ഡിപ്പെൻഡബിലിറ്റി ഇതൊക്കെ കണ്ടമാനമുണ്ട്. നമ്മളിപ്പോൾ ചില ട്രാക്കിംഗ് ചെയ്യുന്നുണ്ട്, ചില കമാൻഡ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലിരുന്ന് മാത്രം ചെയ്യാൻ പറ്റത്തില്ല, വേറൊരു നാടിൻ്റെ സപ്പോർട്ട് വേണം. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ലീഗൽ, ഇറ്റ് ഷുഡ് ബി ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഈസ് ഇല്ലീഗൽ. ഇത് എല്ലാവർക്കും ഒരു അവകാശമാണ്. ഇത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ contribution from various countries also കുറച്ചുകൂടെ വരും, പൈസ വരും. So you are talking about having an organization for the Asian countries and it should have a formal structure. Yes, exactly, you got it. The result of yourself going through all the YouTubes. താങ്ക്സ് ടു ദ യൂട്യൂബ് ഫോർ അറ്റ്ലീസ്റ്റ് ഫോർ ദിസ്. ഓക്കെ നമ്പി സാർ, ഐ വിൽ ബി ബാക്ക് ടു യു. കാരണം നമുക്കൊരു ചെറിയ ഇടവേള എടുക്കണം നമ്പി സാർ, അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് വരും. ഒപ്പം തന്നെ ശ്രീ എൻ ഷാജി റിട്ടയർഡ് പ്രൊഫസർ നമ്മളോടൊപ്പം ചേരുന്നു. ശാസ്ത്ര എഴുത്തുകാരി ഡോക്ടർ സംഗീത ചേനംപുല്ലി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരികയാണ്. ഈ ഗ്രഹത്തിൽ നിന്നുകൊണ്ട് കോടാനുകോടി ജനങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് സുനിത വില്യംസ് അടങ്ങുന്ന 4 പേരുടെ സംഘത്തിന്റെ സുരക്ഷിതമായ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥനകളോടുകൂടി നിൽക്കുന്നു എന്ന് നമ്പി നാരായണൻ സാറിനെ പോലെയുള്ള ആളുകൾ പറയുന്നു. ശാസ്ത്രത്തിന്റെ പുതിയ ചുവടുവെപ്പുകൾക്ക് ഊർജ്ജം പകർന്ന ശേഷം സുനിത വില്യംസും കൂട്ടരും മടങ്ങിയെത്തുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ഈ ഗ്രഹത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയട്ടെ എന്ന് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് നമ്മൾ ഇടവേളയിലേക്ക് പോകുന്നത്. സുനിത വില്യംസ് അടങ്ങുന്ന 4 സംഘം 288 ദിവസം ബഹിരാകാശ നിലയത്തിൽ തങ്ങിയ ശേഷം തിരികെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ സുരക്ഷിതമായി അവർ തിരികെ എത്തട്ടെ എന്ന പ്രാർത്ഥനകളോടെ, ആശംസകളോടെ, ആകാംക്ഷകളോടുകൂടി ഈ ചെറിയ ഗ്രഹവും അതിലെ കോടാനുകോടി ജനങ്ങളും കാത്തിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് നമ്മൾ ഇതിലെ വിവിധ വിഷയങ്ങൾ, വിവിധ ഭാഗങ്ങൾ അന്വേഷിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. അതിൽ സാധാരണക്കാരായ ആളുകൾക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങളിൽ പരിമിതമായ അറിവുള്ള ആളുകൾക്ക് ലളിതമായ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു തരികയായിരുന്നു ശ്രീ നമ്പി നാരായണൻ ഇതുവരെ. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റു 2 അതിഥികൾ നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടർ സംഗീത ചേനംപുല്ലി, ശാസ്ത്ര എഴുത്തുകാരി, അതോടൊപ്പം റിട്ടയർഡ് പ്രൊഫസർ ശ്രീ എൻ ഷാജി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് ഈ ചർച്ചയിൽ. ശ്രീ എൻ ഷാജി, ഇനി അറിയേണ്ടത് ശ്രീ എൻ ഷാജി, ഈ മടങ്ങി വരവിൽ ഇപ്പോൾ ആശങ്കയുടെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് നമ്പി നാരായണൻ സാർ പറഞ്ഞു. പക്ഷേ എങ്കിലും ഈ മടങ്ങി വരവിൽ ചില വെല്ലുവിളികളുണ്ടല്ലോ, ചാലഞ്ചസ് ഉണ്ടല്ലോ. ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഈ വെല്ലുവിളികളുള്ളത്? എവിടെയൊക്കെയാണ് നമ്മൾ ഓരോ ഘട്ടം തരണം ചെയ്യുമ്പോഴും സുരക്ഷിതമായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഏത് സമയത്തായിരിക്കും? ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഇത്തരം സംഗതികൾ ചെയ്യുന്നത്. പലവട്ടം റഷ്യയും അമേരിക്കയും ചൈനയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട്
അതിൽ ഏർപ്പെട്ടിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർക്കും എഞ്ചിനീയർമാർക്കും വലിയ ആശങ്ക ഉണ്ടാവില്ല. അതേസമയം വളരെ കരുതലോടുകൂടിയായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ തിരിച്ചു വരുന്നതിൽ ഓരോ ഘട്ടവും പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ ഘട്ടം അതിൽ നിന്ന് വിട്ടുപോരുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഭൂമിയിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭം സാധാരണഗതിയിൽ റിസ്കി ആയിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സാങ്കേതികവിദ്യകൾ വികസിപ്പിച്ചപ്പോൾ അതിനെക്കുറിച്ച് പേടിയുണ്ടാവില്ല എന്ന് തോന്നുന്നു. അതേപോലെ താഴെ സ്പ്ലാഷ് ചെയ്യുമ്പോഴും കാലാവസ്ഥയൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒരു സിസ്റ്റം ഫെയിൽ ചെയ്തില്ലെങ്കിൽ അതിന് പകരമുള്ള മറ്റ് സിസ്റ്റങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അത്ര വലിയ ആശങ്കയ്ക്ക് കാര്യമില്ല. അല്ല ഷാജി സാർ, ഞാൻ കേട്ടത് ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ കരവലയത്തിലേക്ക് സ്പർശിക്കുന്ന ആ നിമിഷം, ആ ഘട്ടം, അതിൻ്റെ വികർഷണം, അതിൻ്റെ ഫ്രിക്ഷൻ, അത് മാനേജ് ചെയ്യുക എന്നത് ഈ മടക്ക ദൗത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് എന്നാണ്. അതിൽ ആശങ്കയുടെ ആവശ്യമുണ്ടോ ഷാജി സാർ? ഞാനൊന്ന് ചെറിയൊരു കറക്ഷൻ നടത്തിക്കോട്ടെ. അതായത് ഈ ഗുരുത്വവലയം ഭേദിച്ചൊന്നും സ്പേസ് സ്റ്റേഷൻ പോകുന്നില്ല. കാരണം ഭൂമിയുടെ വലിപ്പം ഏതാണ്ട് ഒരു 12,000 കിലോമീറ്റർ വരും അതിൻ്റെ ഒരു വ്യാസം എന്ന് പറയുന്നത്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ISS നിൽക്കുന്ന ഒരു 400-420 കിലോമീറ്റർ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് അധികം അകലെയൊന്നുമല്ല. അതുകൊണ്ട് ഗുരുത്വബലത്തിൽ നമ്മൾ അനുഭവിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായുള്ള ബലമല്ല ISS ഉള്ളത്. പിന്നെയുള്ള വ്യത്യാസം അത് ഓർബിറ്റ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് പോലെയാണ്. അതൊരു ഫ്രീ ഫോളിലാണെന്നാണ് സാങ്കേതികമായിട്ട് പറയുക. അപ്പോൾ ഗുരുത്വം അവിടെ ഫീൽ ചെയ്യുന്നില്ലെന്നുള്ളൂ അല്ലെ യാത്രികർക്ക്. പക്ഷേ അവിടെ ഭൂമിയിലുള്ളതിന് കുറച്ച് കുറവ് ഗുരുത്വാകർഷണമുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ഗുരുത്വാകർഷണ കേന്ദ്രത്തിലേക്ക് കയറുന്നുണ്ടാവുന്നില്ല അവിടെ. പക്ഷേ ഇപ്പോൾ ISS നിൽക്കുന്ന സ്ഥലത്ത് ഫ്രിക്ഷൻ ഉണ്ട്, പക്ഷേ വളരെ വളരെ കുറവാണ്. അത് നോക്കുമ്പോൾ ഫ്രിക്ഷൻ കുറേശ്ശെ കൂടി വരും. അന്തരീക്ഷത്തിലേക്ക് അടുക്കുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവും. പക്ഷേ ഒരു തരത്തിൽ നല്ലതുമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരച്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ സ്ലോ ഡൗൺ ചെയ്യുന്നത്. പാരച്യൂട്ട് പ്രവർത്തിക്കുന്നത് ഈ എയർ കൊണ്ടുണ്ടാകുന്ന ഒരു തരത്തിൽ പറഞ്ഞ ഫ്രിക്ഷൻ്റെ പ്രയോജനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അതൊരു ഈ അന്തരീക്ഷം നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ചന്ദ്രനെ കൊണ്ട് ഇറക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചൊവ്വയിലൊക്കെ ആകുമ്പോൾ വളരെ വലിയ പാരച്യൂട്ടുകൾ വേണം. അപ്പോൾ ഇവിടെ അത് പ്രയോജനപ്പെടുത്തിയാണ് കൊണ്ടാണ് നമ്മളതിനെ സ്പീഡ് കുറച്ച് വരുന്നതാണ്. ഇപ്പോൾ ഒരു മണിക്കൂറിൽ 10-28,000 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേതാണ്ട് 0 സ്പീഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ റോക്കറ്റുകൾ ഉപയോഗിക്കും. അതുകൂടാതെ പാരച്യൂട്ടുകൾ ഉപയോഗിക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്നത് ഈ വായുവിൻ്റെ ബലം തന്നെയാണ്, വായുവിൻ്റെ സമ്മർദ്ദം തന്നെയാണ്. അപ്പോൾ അത് അത്ര ഒരു പ്രശ്നമുള്ള സംഗതിയല്ല. ഫ്രിക്ഷൻ എന്തായാലും ഉണ്ട്, അതുകൊണ്ട് ചൂടുണ്ടാവും. അതിനെ ഷാജി സാർ, അതൊരു എന്നെ സംബന്ധിച്ച ഒരു പുതിയ അറിവാണ്. ഞാൻ കരുതിയിരുന്നത് തീർത്തും ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിന് പുറത്താണ് ഈ ആസ്ട്രോനോട്ട്സ്, ഇവർ ബഹിരാകാശ യാത്രികർ, അവർ ഒഴുകി നടക്കുന്നത് കാണുമ്പോൾ ഒട്ടും തന്നെ ഭൂമിയുടെ ആകർഷണ വലയത്തിലല്ല അവർ എന്ന ഒരു താങ്കൾ പറഞ്ഞതനുസരിച്ചാണ് ഒരു തെറ്റിദ്ധാരണയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഗുരുത്വവലയത്തിൽ നിന്ന് പൂർണ്ണമായി ഭേദിച്ച് പുറത്ത് കടന്നിട്ടില്ല. 400 കിലോമീറ്റർ എന്ന് പറയുന്നത് ആ അളവിൽ അത്ര വലിയൊരു ദൂരമല്ല എന്ന് താങ്കൾ പറഞ്ഞു. അതൊരു പുതിയ അറിവാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ സോളാർ പാനലുകൾ അടങ്ങിയ ഈ ട്രങ്ക് എന്ന പോർഷൻ, അത് പുലർച്ചെ ഇന്ത്യൻ സമയം 2:36 വേർപെടുമെന്നും 2:41 എഞ്ചിൻ്റെ ജ്വലനം ഉണ്ടാവുക എന്നും ആണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. അത് ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണോ? അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ ആശങ്കപ്പെടേണ്ടതായ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ ഷാജി സാർ? അല്ല, ഇതിലൊക്കെ ഓരോ സന്ദർഭത്തിലും പലതരം ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിലൊക്കെ എല്ലാം തന്നെ ഓട്ടോണമസ് ആയിട്ടാണ് ചെയ്യുന്നത്. സ്പേസ് എക്സിൻ്റെ ഡിസൈനിൽ എല്ലാം തന്നെ ഓട്ടോണമസ് ആണ്. അപ്പോൾ അത് ഒരു മനുഷ്യനാണ് നിയന്ത്രിക്കണമെങ്കിൽ അയാൾക്ക് ഒരു ശ്രദ്ധക്കുറവ് വരാമെന്നോ ഓർമ്മക്കുറവ് വരാമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. പക്ഷേ ഇത് യന്ത്രങ്ങൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഭൂമിയിൽ വെച്ച് ഒരുപാട് സിമുലേഷൻ ടെസ്റ്റ് നടത്തിയതിന് ശേഷമായിരിക്കണം ഇത്തരം സംഗതികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു അബദ്ധം പറ്റുക എന്നുള്ളത് സാധ്യത തീരെയില്ല. മാത്രമല്ല ഇപ്പോൾ ഒരുപാട് തരം സെൻസേഴ്സ് അവൈലബിൾ ആണ്. അതെല്ലാം വെച്ച് ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇത് ചെയ്യുന്നത്. ഈ ശരിക്കുള്ള അന്തരീക്ഷത്തിൽ കടക്കുന്നതിന് മുമ്പ് അവിടെ ഫ്രിക്ഷൻ പ്രയോജനപ്പെടില്ല. അപ്പോൾ അവിടെ റോക്കറ്റ് വെച്ച് തന്നെ നമ്മൾ സ്പീഡ് കുറയ്ക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും ഈ പാരച്യൂട്ട് പോലെ സംഗതികൾ പ്രവർത്തിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടെക്നോളജിയാണ്. പക്ഷേ
ഇതൊക്കെ അടുത്ത കാലത്ത് ഉണ്ടാക്കിയതല്ല. ഇപ്പോൾ മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചതൊക്കെ എത്രയോ വർഷം മുമ്പാണ്. 1969 മുതൽ 72 വരെയായിട്ട് കുറേ പേര് മനുഷ്യനെ ചന്ദ്രനിലെത്തിയും തിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും അന്നേ തന്നെ ഈ ഇത്തരം ടെക്നോളജികൾ നമുക്കുണ്ട്. അപ്പോൾ എത്ര വർഷമായി? ഒരു 10-50 വർഷം കഴിഞ്ഞില്ലേ? അപ്പോൾ അതങ്ങനെ ആ അർത്ഥത്തിലാണ് പറയുന്നത്. പേടിക്കാനുള്ള സംഗതിയില്ല, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ശരി ഷാഹിദ് സാർ, നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഒന്നുകൂടി കാര്യങ്ങൾ, ചില സംശയങ്ങൾ കൂടിയുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ദേശാഭിമാനിയുടെ അസിസ്റ്റന്റ് എഡിറ്റർ ശ്രീ ദിലീപ് മലയാലപ്പുഴ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സൂമിൽ. അദ്ദേഹം ഈ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കൃത്യതയോടുകൂടി ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് പുതുതായി പറയാനുള്ളതെന്ന് കേൾക്കാം. ശ്രീ ദിലീപ് മലയാലപ്പുഴ, സ്വാഗതം താങ്കൾക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക്. സുനിത വില്യംസിന്റെ മടങ്ങി വരവ് ഒരല്പം ഹൈപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് നമ്പിനാരായണൻ സാർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു. ഇതൊരു സ്വാഭാവിക ദൗത്യം മാത്രമാണ്. ഇത്തരത്തിലുള്ള ധാരാളം ദൗത്യങ്ങളിൽ ഭാഗമായിട്ടുള്ള ആളാണ് സുനിത വില്യംസിനെ പോലുള്ള ആളുകൾ. അവർക്ക് ധാരാളം എക്സ്പീരിയൻസ്, അനുഭവ പരിചയം ഈ കാര്യത്തിലുണ്ട്. മാത്രമല്ല ശാസ്ത്ര ഗവേഷണം എന്നത് സാങ്കേതിക വിദ്യമൊക്കെ ഇത്രയധികം വളർന്ന സാഹചര്യത്തിൽ മറ്റ് അപകട സാഹചര്യങ്ങളോ സാധ്യതകളോ ഒന്നും തന്നെ മുന്നിൽ കാണേണ്ടതില്ല എന്നാണ്. ശ്രീ ദിലീപ് മലയാലപ്പുഴ, എങ്ങനെയാണ് ഈ ദൗത്യത്തിനെ കാണുന്നത്? എന്തുകൊണ്ട് ഇത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നു? ഇതിൽ എവിടെയെങ്കിലും സന്ദിഗ്ധതയുടെ നിഴലുകളുണ്ടോ? ഇവിടെ സംയുക്തതയുടെ ഒരു നമ്പിനാരായണൻ സാർ പറഞ്ഞതുപോലെ സംയുക്തതയുടെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം മാധ്യമങ്ങൾ നൽകിയ ഒരു ഹൈപ്പ് ഉണ്ടെന്ന് പറയുന്നത് തന്നെ ശരിയാണ്. ശാസ്ത്ര വിഷയങ്ങളിൽ ലോകത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് വലിയ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ബഹിരാകാശ ഗവേഷണം എന്ന് പറയുമ്പോൾ പിന്നെ ശാസ്ത്ര കുതികൾക്ക് മാത്രമല്ല, ഒരു സാധാരണ ഒരു കോമൺ മാനും ഈ വലിയ താല്പര്യമുണ്ട്. കാരണം 400 കിലോമീറ്ററിന് മുകളിൽ ഒരു വലിയ പേടകത്തിൽ മനുഷ്യൻ 26,000 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുക എന്നൊക്കെ പറയുമ്പോൾ സാധാരണ മനുഷ്യൻ, ഒരു കോമൺ മാന്റെ ചിന്തയിൽ അതൊക്കെ ഒരു വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. പിന്നീട് മാധ്യമങ്ങൾ നൽകിയ ഒരു ഹൈപ്പും അതിനകത്തിൽ പ്രധാനമുണ്ട്. കാരണം ശാസ്ത്രത്തിനടുത്ത് കൂടുതൽ താല്പര്യം തോന്നാനും പുതിയ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, സമൂഹത്തിനാകെ തന്നെ ഒരു താല്പര്യം വരാനും ഈ സംഭവങ്ങളെല്ലാം കാരണമായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ സുനിത വില്യംസ് വളരെ സുരക്ഷിതയായി തന്നെ ഭൂമിയിൽ തിരിച്ചിറങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഈ കാര്യത്തിൽ ബഹിരാകാശ ശാസ്ത്രം അത്രമാത്രം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ശരി, ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം, നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും വലിയ കാലതാമസം ഉണ്ടായി. അതിൽ ഇവർ മടങ്ങാൻ നിശ്ചയിച്ചിരുന്ന വാഹനത്തിൽ ഉണ്ടായിട്ടുള്ള ചില സാങ്കേതിക പ്രശ്നമാണ് അതിന് കാരണമായി പറഞ്ഞത്. പിന്നീട് നമ്മൾ കേട്ടത് സ്പേസ് എക്സിന്റെ ഒരു പുതിയ ബഹിരാകാശ പേടകത്തിലായിരിക്കും ഇവരുടെ മടങ്ങിവരവ് ഉണ്ടാവുക എന്നാണ്. പക്ഷെ അങ്ങനെയെല്ലാം ക്രൂ 9 എന്ന ഇതിന് മുൻപ് ദൗത്യം നടത്തിയിട്ടുള്ള പേടകം മതി എന്ന് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. ഇത്തരം തീരുമാനങ്ങൾക്ക് കാരണമായത് എന്തുകൊണ്ടായിരിക്കാം? ഇപ്പോൾ ഈ ഒരു പുതിയ ക്രൂ ഡ്രാഗൺ വിക്ഷേപിക്കാൻ വേണ്ടി പദ്ധതിയിടുന്നു. അതിനാൽ ബാറ്ററികളുടെ തകരാറ് മൂലം ആ പേടകം നിർമ്മിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. അതിനുശേഷം പിന്നീട് ക്രൂ 9 ഡ്രാഗൺ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. ഇതെല്ലാം ഏതെങ്കിലും തരത്തിൽ, ഇതൊരു സ്വകാര്യ വാഹനത്തിൽ അവർ ആദ്യമായിട്ടുള്ള യാത്രയാണല്ലോ സുനിതയ്ക്കും കൂട്ടർക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇത്തരം തീരുമാനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുള്ള പിഴവുകൾ മൂലമാണോ അതോ ഇതെല്ലാം ഈ ബഹിരാകാശ യാത്രയുടെ ഭാഗമാണോ ഇത്തരം അനിശ്ചിതത്വങ്ങൾ? ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഈ വരുന്ന ദശകങ്ങൾ എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്ന ഒരു പുരോഗതി അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഗോളാന്തര യാത്രകളിലേക്ക് മനുഷ്യൻ പോകാൻ പോവുകയാണ്. ഭൂമിയിൽ നിന്ന് മറ്റു ഗ്രഹങ്ങളിലേക്ക് ചേക്കേറാനുള്ള ഗവേഷണങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ്. ഈ ഗവേഷണ രംഗത്ത് മത്സരങ്ങൾ വർദ്ധിക്കും. ആ മത്സര രംഗത്തേക്ക് സ്വകാര്യ മേഖല അല്ലെങ്കിൽ വൻ കോർപ്പറേറ്റുകൾ വന്നു ചേരാൻ പോവുകയാണ്. ഇവിടെയും അങ്ങനെ ഒരു കോർപ്പറേറ്റുകളുടെ മത്സരം വന്നു എന്നുള്ളത് സംശയം വേണ്ട. എലോൺ മസ്കിനെ പോലെയുള്ളവർ ബഹിരാകാശ ഗവേഷണത്തിന്റെ കോർപ്പറേറ്റുകൾ, വൻവൻ കോർപ്പറേറ്റുകൾ ബഹിരാകാശ ഗവേഷണത്തിന്റെ മൊത്തക്കുത്തക ഏറ്റെടുക്കാൻ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും യഥാർത്ഥത്തിൽ സ്റ്റാർലൈൻ പേടകത്തിന്റെ ക്ഷമതാ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇരുവരും, അതായത് സുനിത വില്യംസും ഗൂച്ച് വിൽബോറും നിലയത്തിലേക്ക്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ യാത്രക്കിടയിൽ തന്നെ ആ പേടകത്തിന് സാങ്കേതിക തകരാറുണ്ടായി. ആ തകരാറ് ഉണ്ടായെങ്കിൽ പോലും ഇരുവരും സുരക്ഷിതരായി നിലയത്തിലെത്തുകയും ചെയ്തു. പിന്നീട് ഈ നിലയത്തിൽ നിന്നും തിരിച്ചു പോകാനുള്ള വാഹനം അവർ വന്നിരുന്ന വാഹനം തന്നെയായിരുന്നു. പക്ഷെ എന്നാൽ ആ വാഹനത്തിൽ പോകുന്നത് സുരക്ഷിതമല്ല എന്ന് കണ്ടുകൊണ്ടാണ് ആ വാഹനം പിന്നീട് ഒറ്റയ്ക്ക് വാഹനം ആളില്ലാതെ തന്നെ ഭൂമിയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു.
അവിടെയാണ് യാത്ര വൈകാൻ കാരണമായത്. പക്ഷേ ഇതിന് പകരമായ ഒരു വാഹനം എത്തിക്കുക എന്നൊക്കെ പറയുന്നത് സാങ്കേതികമായ പ്രശ്നങ്ങൾ എല്ലാം ഷെഡ്യൂൾ ചെയ്യുന്ന പ്രോഗ്രാമുകൾ ആയതുകൊണ്ട് തന്നെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും സൂചനയുണ്ട്. എന്തായാലും ഈ രംഗത്തേക്ക് ബഹിരാകാശ ഗവേഷണ രംഗത്തിന്റെ മൊത്തക്കുത്തക ഏറ്റെടുക്കാൻ ലോകത്തുള്ള വൻകിട സ്വകാര്യ കുത്തകകൾ വരുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഈ വസ്തുത കണ്ടുകൊണ്ട് വേണം നമ്മളെ ഈ പ്രശ്നങ്ങളെ എല്ലാം കാണാൻ. ഇത് ഗുണകരമാകുമോ എന്നതിനെ സംബന്ധിച്ച് ആശങ്ക ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ്. സുനിത വില്യംസ് അടക്കമുള്ള 4 സംഘമാണ് പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ തന്നെ നാളെ 3:30 ഭൂമിയിലേക്ക് എത്താൻ പോകുന്നത്. സുനിത വില്യംസ്, ബുച്ച് വിൽമോർ, നിക് ഹേഗ്, അതോടൊപ്പം തന്നെ റഷ്യൻ ആസ്ട്രോനോട്ട് അലക്സാണ്ടർ ഗുർബനോവ് എന്നിവരാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഡോക്ടർ സംഗീത ചേനമ്പുല്ലി, നമുക്കറിയാം നേരത്തെ ഇപ്പോൾ ശ്രീ ദിലീപൊക്കെ പറഞ്ഞതുപോലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ അതിശയിപ്പിക്കുന്നതാണ്, അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ ഗോളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുക, 400 കിലോമീറ്റർ അകലെയുള്ള സ്പേസ് സ്റ്റേഷനിൽ തങ്ങുക, 280-ലധികം ദിവസങ്ങൾ തങ്ങിയ ശേഷം തിരികെ ഭൂമിയിലേക്ക് എത്തുക, ഇതൊക്കെ പലതവണ ചന്ദ്രനിലേക്കൊക്കെ മനുഷ്യരെ വിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും നമ്മുടെ മുന്നിൽ ഒരു അത്ഭുത സംഭവമായി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോസ് യൂട്യൂബിലുമൊക്കെ വരുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ചർച്ചയായത്, ഒന്ന് സുനിത വില്യംസിൻ്റെ ശമ്പളത്തെക്കുറിച്ചായിരുന്നു. താങ്കൾ കണ്ടു കാണും, സുനിത വില്യംസിന് എത്ര രൂപ ശമ്പളം കിട്ടുന്നു. സ്വാഭാവികമായിട്ട് സാധാരണക്കാരായ ആളുകൾ അതിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടത്തി. അവർ കൂടുതൽ ദിവസങ്ങൾ അവിടെ ചെലവിടുമ്പോൾ അവർക്ക് എത്ര രൂപ അധികമായി കിട്ടുന്നു എന്ന ചർച്ചകളുണ്ടായി. സുനിത വില്യംസ് തിരികെ എത്തുമ്പോൾ അവർ നേരിടാൻ സാധ്യതയുള്ള ശാരീരിക പ്രയാസങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ചർച്ചകളുണ്ടായി. അവർ ഇത്രയും ദിവസങ്ങൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അതിൽ അനിശ്ചിതത്വം സംബന്ധിച്ച് അവർ തന്നെ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ച സാഹചര്യത്തിൽ തിരികെ എത്തുമ്പോൾ അവരുടെ മാനസിക നില എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ടായി. അതുപോലെ ഈ മണിക്കൂറുകൾ, ഇവിടുത്തെ ഈ സമയം എങ്ങനെയാണ് അവർ സ്പേസ് സ്റ്റേഷനിൽ ചെലവഴിച്ചിട്ടുണ്ടാവുക, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിനോദങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ടാകുമോ, മനം മടുപ്പിക്കുന്നതായിരിക്കുമോ സ്പേസ് സ്റ്റേഷനിലെ ജോലി കഴിഞ്ഞിട്ടുള്ള അവരുടെ ബാക്കി സമയം എന്ന് തുടങ്ങിയിട്ടുള്ള സംശയങ്ങളുണ്ടായി. ഒരു ശാസ്ത്ര എഴുത്തുകാരി എന്ന നിലയിൽ ഈ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ വിവരങ്ങൾ താങ്കൾക്ക് പൊതുജനത്തിന് നൽകാൻ കഴിയും ഡോക്ടർ സംഗീത? ഒന്നാമത്തെ കാര്യം അവിടുത്തെ ആരോഗ്യ മാനസിക പ്രശ്നങ്ങളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള, നേരത്തെ നമ്പിനാരായണൻ സാർ സൂചിപ്പിക്കുകയുണ്ടായി, കഠിനമായൊരു തെരഞ്ഞെടുക്കൽ പ്രക്രിയയെ കൂടെ കടന്നുപോയിട്ടാണ് യാത്രികരെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യകാര്യങ്ങളെയും മാനസികാരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരെ അല്ല. സുനിത വില്യംസിനെ പോലെ ഒരാൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബഹിരാകാശ സഞ്ചാരിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് അത്ര പ്രയാസമായിരുന്നിരിക്കാൻ സാധ്യതയില്ല. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും വിട്ടു നിൽക്കുന്ന സമയത്ത് ഭൂമിയിലുള്ള അവർക്ക് ബന്ധം പുലർത്താനൊക്കെ പറ്റും, ഇൻ്റർനെറ്റ് സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബന്ധപ്പെടാനൊക്കെ പറ്റും. പക്ഷെ അതേസമയം തന്നെ നേരിട്ട് കാണാൻ പറ്റാത്ത, കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാവും. എത്തിയ ഉടനെ തന്നെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെടാൻ എടുക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സർക്കുലേഷനിലെ, ബ്ലഡ് സർക്കുലേഷനിലെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ശരീരത്തിലെ ഫ്ലൂയിഡ് മുഴുവൻ തലയുടെ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് തലയുടെ ഭാഗത്തേക്ക് സ്വെല്ലിംഗ് ഉണ്ടാവും. പിന്നെ ദിവസവും 16 സൂര്യോദയവും 16 അസ്തമയവും കാണുകയാണ്. ഭൂമിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജൈവ ഘടികാരം മുഴുവൻ ക്രമപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഈ ഉദയാസ്തമയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് പൂർണ്ണമായും തകിടം മറിയും. കാരണം ഒരു ദിവസം തന്നെ 16 ഉദയവും അസ്തമയവും ആയി കഴിയുമ്പോൾ സമയത്തെക്കുറിച്ചുള്ള ധാരണ മൊത്തം തകരാറിലാവും. അവർ ഭൂമിയിലെ സമയവുമായിട്ട് അവരുടെ സമയത്തെ പൊരുത്തപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ദിശ, മുകളിൽ താഴെ എന്നുള്ളത് ഉള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അവിടെ മുകളിലും താഴെയൊക്കെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. നേരത്തെ ഷാജി മാഷ് സൂചിപ്പിക്കുകയുണ്ടായി, അവിടെ ഗ്രാവിറ്റി ഇല്ലാത്ത പ്രശ്നമില്ല, 90% ഗ്രാവിറ്റി ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ ഇത്രയും വേഗതയിൽ ചലിക്കുന്നതുകൊണ്ട് തന്നെ ഗുരുത്വാകർഷണം കാര്യമായിട്ട് അനുഭവപ്പെടാത്തതാണ് അവിടുത്തെ പ്രശ്നം. ഈ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കാലിലെ പേശികളൊക്കെ സ്ട്രോങ് ആയിരിക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ പേശികൾ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു നിൽപ്പ് വേണ്ടാത്തത് കൊണ്ട്, ഗുരുത്വാകർഷണത്തിനോട് എതിരിടേണ്ടാത്തതുകൊണ്ട് ഈ പേശികൾക്ക് ക്ഷയം സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായും സംഭവിക്കും. അസ്ഥികളുടെ നീളം കൂടും, അസ്ഥിയുടെ അകത്തുള്ള ബോൺ മാരോന്റെ ഡെൻസിറ്റി കുറയും. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല കോസ്മിക് റേസ് അടക്കമുള്ള റേഡിയേഷനുമായിട്ട് ഇവർക്ക് സമ്പർക്കത്തിൽ വരേണ്ടി വരുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അത് സ്തനാർബുദം, അതേപോലെ തന്നെ ഗർഭാശയ ക്യാൻസറിനൊക്കെയുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ പുരുഷന്മാരുടെ അത്രയും സമയം അത്രയും ദിവസങ്ങൾ സ്ത്രീകളെ നിർത്താറില്ല എന്ന് പറയാറുണ്ട്. കാരണം ഈ ഒരു റിസ്ക് കൂടുതലാണ് എന്നുള്ളതുകൊണ്ട്. പുരുഷന്മാർക്കും തീർച്ചയായിട്ടും ക്യാൻസർ റിസ്ക് ഉണ്ട്. കാരണം ഈ റേഡിയേഷനുമായിട്ട് നിരന്തരം സമ്പർക്കത്തിൽ വരുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്.
മാത്രമല്ല മാനസിക പ്രശ്നങ്ങൾ സ്വാഭാവികമായും തന്നെ ഇതിനോട് പൊരുത്തപ്പെടാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഉറക്കത്തിന് പ്രശ്നമുണ്ട്, കാരണം അവർക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് ജോലികളുണ്ട്. ഒഴിവ് സമയത്ത് വെറുതെ ഇരിക്കുക എന്നുള്ളൊരു പ്രശ്നം അവിടെ വരാൻ പോകുന്നില്ല, കാരണം അത്രയും ജോലികൾ അവർക്ക് ഷെഡ്യൂൾ ചെയ്യപ്പെടും. മാത്രമല്ല ഈ വലിയ ശബ്ദമുണ്ടാകും, സ്ഥിരമായിട്ടൊരു ഉറക്കം എന്നുള്ളത് പ്രയാസമാണ്. അതേപോലെ തന്നെ ഈ ഭക്ഷണം കഴിക്കുന്നതും ടോയ്ലറ്റ് പോകുന്നതും അടക്കമുള്ളത് ബന്ധിപ്പിച്ച് ഒരു എന്താ പറയുക ഒരു സ്ഥലത്ത് ബന്ധിപ്പിച്ച് നിർത്തിക്കൊണ്ട് വേണം. ഭക്ഷണം കാന്തം ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് നിർത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ ടോയ്ലറ്റിലാണെങ്കിൽ സക്ഷൻ സിസ്റ്റം വെച്ചിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കുറേ സമയം അത് പുരുഷന്മാരുടെ സ്യൂട്ടബിൾ ആയ തരത്തിലായിരുന്നു. പുതിയ ടോയ്ലറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷമാണ് സ്ത്രീകൾക്ക് അത് കുറച്ചും കൂടി അനുകൂലമായി മാറിയത്. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവര് നേരത്തെ പറഞ്ഞ പോലെ 1 വർഷമോ അതിലധികമോ ഒക്കെ പരിശീലനം നേടിക്കൊണ്ട് തന്നെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാവുന്ന തരത്തിൽ ഭൂമിയിൽ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പരിശീലനം ലഭിച്ചിട്ടാണ് അവർ അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കുറച്ച് ദിവസത്തെ വ്യത്യാസം വരുന്നതൊന്നും അവരെ അത്ര കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അവർക്കും ഉണ്ടാകും എന്നുള്ളതാണ്. തിരിച്ചുവരവിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ചന്ദ്രനിൽ 1960-കളിൽ 69-ൽ പോകുന്ന സമയത്ത് തന്നെ സാങ്കേതിക വിദ്യ അത്രത്തോളം വികസിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എത്രയോ ഇരട്ടി ഓട്ടോമേറ്റഡ് ആയ സാങ്കേതിക വിദ്യ ഇപ്പൊ ഉണ്ടാകുന്ന സമയത്ത് പണ്ടാണെങ്കിൽ അത് ട്രജക്ടറി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തിട്ടും ഓരോ ഘട്ടത്തിലും കാൽക്കുലേഷൻ കൃത്യമാക്കിക്കൊണ്ട് വേണമായിരുന്നു. ഇപ്പോൾ അത് നേരത്തെ ഷാജി മാഷ് പറഞ്ഞ പോലെ ഹ്യൂമൻ എറേഴ്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുനിത വില്യംസ് ആയതുകൊണ്ടാണ് ഇത് ഇത്ര വലിയൊരു ചർച്ചയായിട്ട് മാറിയിട്ടുള്ളത്. പിന്നെ ഒരു കണക്കിന് നല്ലതാണ്, കാരണം ബഹിരാകാശ യാത്രകളിൽ ഇവരിൽ ഇപ്പോഴും 11% മാത്രമാണ് സ്ത്രീകളുള്ളത്. അപ്പൊ കൂടുതൽ സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വരേണ്ടതുണ്ട്. അവിടെ ഒരു ജെൻഡർ ഇക്വാലിറ്റിയുടെ സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ വളരെ ഗുണകരമാണെന്നാണ് പറയാൻ വേണമെങ്കിൽ ഒരു ചെറിയ കാര്യം, അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ബഹിരാകാശ യാത്രികരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ ദേ ഓൾ ലുക്സ് അലൈക്ക്, എവരിബഡി ലുക്സ് സിമിലർ ടു വൺ അനദർ അല്ലേ? എല്ലാവർക്കും ഒരേ അതവരുടെ വേഷം കൊണ്ട് കിട്ടുന്നതാണോ, നമുക്ക് തോന്നുന്നതാണോ, അതല്ല അവർക്ക് രൂപത്തിലും ഈ തരത്തിൽ എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പുകൾ ഉണ്ടാകുമോ? ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട്. ഐ യൂസ് ടു വണ്ടർ. അത് ആ സ്യൂട്ടിന്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് തോന്നുന്നതല്ലേ. ഇപ്പൊ ബഹിരാകാശ നിലയത്തിന്റെ അകത്തുനിന്നുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ ഒരുപോലെ ഇരിക്കുന്നൊന്നുമില്ലല്ലോ. സുനിത വില്യംസിനെ പോലെ തന്നെയാണ് ഉള്ളത്. അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. സുനിത വില്യംസിനെ പോലെയാണ് ഇരിക്കുന്നത്, ഗുച്ച് വിൽമോറിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, നോട്ട് ദാറ്റ്. പക്ഷെ അവർക്കെല്ലാം സിമിലർ ആയിട്ട് എന്തോ ഒരു അവരെല്ലാം ഒരേപോലെ തോന്നിപ്പിക്കുന്ന എന്തോ ചില ഘടകങ്ങൾ, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ അത് ഈ അവരുടെ ഒരു സ്പെഷ്യൽ സ്യൂട്ടായിരിക്കാം മേ ബി. ശാരീരികമായ ഘടകങ്ങൾ കൃത്യമായി നിർണയിച്ചിട്ട് തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടുള്ള എന്തെങ്കിലും സാമ്യം അല്ലാതെ പ്രത്യേകിച്ച് സാമ്യമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല, കാരണം അത്തരം ഘടകങ്ങൾ ഇല്ലല്ലോ. ഇപ്പൊ അവരുടെ എന്താ പറയാ മൊത്തത്തിലുള്ള ആരോഗ്യം, ഉയരം, ഭാരം, അതൊക്കെ തന്നെ പരിഗണിക്കുന്നുണ്ടാവും. അതല്ലാതെ മറ്റു തരത്തിലുള്ള സാമ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ശരി സംഗീത, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഏതായാലും സുനിത അടക്കമുള്ള 4 പേരുടെ സുരക്ഷിതമായ മടക്കയാത്രയ്ക്ക് വേണ്ടി ഈ ഭൂഗോളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. അത് സംഭവിക്കാൻ പോകുന്നത് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 3:30-ക്കാണ്. അവർ ഇറങ്ങി സുരക്ഷിതമായി എത്തട്ടെ എന്ന് നമുക്ക് കരുതാം. മാത്രമല്ല ഇതൊരു ആദ്യത്തെ ദൗത്യമല്ല. ഇതിൽ മറ്റു തരത്തിലുള്ള അപകട സാധ്യതകളോ ആശങ്കയ്ക്കിടം നൽകുന്ന ഏതെങ്കിലും സന്ദിഗ്ധ ഘട്ടങ്ങളോ നിലനിൽക്കുന്നില്ല എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും അവരുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഷാജി സാർ, സുനിതയുടെയും കൂട്ടരുടെയും ഭൂമിയിലേക്കുള്ള ഈ തിരിച്ചിറക്കത്തെക്കുറിച്ച് കൂടുതലായിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് ഈ ബഹിരാകാശ പരിവേഷണത്തെക്കുറിച്ചൊക്കെ സാധാരണക്കാർക്ക് ഒരുപാട് ജിജ്ഞാസയോടുകൂടി കാര്യങ്ങൾ അറിയാനൊക്കെ ഉള്ളൊരു അവസരമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ചാനൽ പോലുള്ളവർ ഇതുപോലെ ചർച്ചയൊക്കെ നടത്തുന്നത്. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഈ ബഹിരാകാശം നടക്കുന്ന പഠനങ്ങളെക്കുറിച്ചും ഗവേഷണങ്ങളെക്കുറിച്ചും അതിൻ്റെ റിസ്കിനെക്കുറിച്ചുമൊക്കെ അറിയാനുള്ളൊരു സന്ദർഭമാവുകയാണത്. അതുകൊണ്ട് തന്നെ സയൻസിനും സാങ്കേതിക വിദ്യയ്ക്കൊക്കെ പൊതുജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകാനുള്ളൊരു സംഗതിയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കാര്യത്തിൽ ആശങ്കയ്ക്കൊന്നും കാര്യമില്ല. അവർ സുഖകരമായിട്ട് എത്തും. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ
വേറെ ആൾക്കാരോട് ചെന്നിട്ടുണ്ട്. അവിടെ വർക്കുകൾ തുടരും. ഇതേപോലെ ചൈനയുടെ വേറൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ ഇന്ത്യക്കാരും ഇതുപോലെ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവേഷണ രംഗത്തൊക്കെ പല നേട്ടങ്ങൾക്കും ഇത് കാരണമാവും. മാത്രമല്ല ഈ ഓരോ പ്രവർത്തനത്തിലും അതിൽ കിട്ടുന്ന ഡേറ്റകളെല്ലാം തന്നെ പിന്നീട് പഠനത്തിന് വിധേയമാക്കും. അപ്പോൾ ഇപ്പോൾ ഈ ലാൻഡിങ് ഉണ്ടാകുമ്പോൾ ഈ സ്പ്ലാഷിങ് വെള്ളത്തിൽ ഇറക്കുന്ന രീതിയാണ് ഇവർക്കുള്ളത്. അതിലുള്ള ഡേറ്റകളെല്ലാം പിന്നീട് അനലൈസ് ചെയ്യുകയും അതൊക്കെ പലതിനും പ്രയോജനപ്പെടുകയും ചെയ്യും. കാരണം ഇത് കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആയുള്ള സിസ്റ്റം വഴിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ഡേറ്റയെല്ലാം ഇവർ ഷെയർ ചെയ്യുകയും ചെയ്യും. നാസയൊക്കെ ഇത്തരം വിവരങ്ങളൊക്കെ മറ്റു രാജ്യക്കാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. നല്ലൊരു മാതൃകയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. പല രാജ്യങ്ങളിലുള്ളവർ ഒരുമിച്ച് അവിടെ പ്രവർത്തിക്കുന്നു. റഷ്യക്കാരും യൂറോപ്യന്മാരും ജപ്പാൻകാരും എല്ലാം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ റഷ്യയും അമേരിക്കയും ഒക്കെ എതിരാളികളാണെന്ന് പറയുമെങ്കിലും ഇതൊക്കെ നല്ലൊരു എക്സാമ്പിളാണ്. ഈ സയൻസ് എങ്ങനെയാണ് ആൾക്കാരെ യോജിപ്പിച്ച് നിർത്തുന്നത്. പ്രത്യേകിച്ചും സ്പേസ് സയൻസും അസ്ട്രോണമിയൊക്കെ മനുഷ്യരെല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന സംഗതിയില്ല. കാരണം അവർ പലപ്പോഴും ഭൂമിക്ക് അപ്പുറത്തേക്കുള്ളതിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. മൊത്തം നമ്മൾ ഗാലക്സികളെക്കുറിച്ചും നക്ഷത്രത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് തോന്നും. ഭൂമിയിലെ വഴക്കുകളും അതൊക്കെ നിസ്സാരമാണെന്ന് തോന്നും. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനുള്ള അവസരം കൂടിയായിട്ട് ഇത് മാറുക എന്നുള്ളത് സന്തോഷമായ കാര്യമാണ്. ശരി, ശ്രീ ദിലീപ് മലയാലപ്പുഴ, താങ്കൾക്ക് പറയാനുള്ളത്? എന്തായാലും ശാസ്ത്രകുതികൾ വളരെ ആവേശപൂർവ്വം ഈ സംഭവത്തെ എല്ലാം കാണുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. സമൂഹത്തിലാകെ തന്നെ ഈ ബഹിരാകാശ ഗവേഷണത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ബഹിരാകാശ ഗവേഷണത്തിലേക്ക് കുറെ കൂടി യുവജനങ്ങൾക്ക് താല്പര്യം ഉളവാക്കാൻ ഈ സംഭവങ്ങളെല്ലാം കാരണമാകുന്നുണ്ടെന്നുള്ള വസ്തുതയാണ്. എല്ലാവരും സാധാരണ ജനങ്ങൾ പോലും ഗ്രാമതലത്തിൽ പോലും ഒരു സാധാരണ ജനസമൂഹങ്ങളാകെ തന്നെ ഈ സംഭവങ്ങളെ ഈ സുനിതയുടെ ഈ മടങ്ങി വരവിനെ അതിന്റെ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലാക്കാനും അതുവഴി കൂടുതൽ അറിവ് നേടാനും ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും സുനിതയുടെ വരവ് വളരെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആശങ്കകൾ ഒന്നും തന്നെ ഈ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ശരി, നാളെ എൻകൗണ്ടർ പ്രൈം മറ്റൊരു വിഷയവുമായി പ്രേക്ഷകരിലേക്ക് ചർച്ച ചെയ്യാൻ എത്തുമ്പോൾ സുനിത വില്യംസും അവരടങ്ങുന്ന 4 പേരുടെ സംഘവും ഈ ഗ്രഹത്തിലേക്ക് എത്തിക്കാണും. ഒരുപാട് അറിവും വിവരങ്ങളുമായാണ് സുനിതയും സംഘവും തിരികെ ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്രതീക്ഷിതമായ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതിനെല്ലാം മറികടന്ന് സുരക്ഷിതമായ ഒരു മടങ്ങി വരവ് സാധ്യമാകുമെന്ന കാര്യത്തിൽ ആശങ്കയുടെ ആവശ്യമില്ല. അപ്പോൾ സുനിതയ്ക്കും കൂട്ടർക്കും ഒരു നല്ല മടങ്ങി വരവ് യാത്ര ആശംസിച്ചുകൊണ്ട് എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാക്കുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.